السلام عليكم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضوان الله، أما بعد. فأعوذ بالله من الشيطان بسم الله الرحمن الرحيم. إنما يتقبل الله من المتقين. صدق الله مولانا العظيم. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മുബാറക്കായ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് വലിയ അവസരം ലഭിച്ചു. അതിനാദ്യമായി അല്ലാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടിയതും ഇതുവരെ നമ്മൾ പാരായണം ചെയ്ത മൗലിദും മദ്ഹും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ നാട്ടിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ് അത് എല്ലാ മാസവും ആളുകളെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ച് ഈ നാടിന് ഒരു വലിയ വിളക്കായി, ഒരു കെടാവിളക്കായി നമുക്കിവിടെ കത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട PCH ഉസ്താദ് കുറച്ചു മുമ്പ് ഒരു രോഗത്തിലായി. ഞാനിപ്പോൾ അതുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രോഗത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഏറെക്കുറെയൊക്കെ സുഖമായി. അത് മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട്, അവര് ചെയ്ത ഈ ദീനിന്റെ ഖിദ്മ കൊണ്ട്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ആ ഒരു ബന്ധം, മഹാന്മാരോടുള്ള ബന്ധം, അല്ലാഹു തആല അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് PCH ഉസ്താദ് അവർക്ക് അല്ലാഹു പൂർണ്ണ സലാമത്ത് നൽകുമാറാവട്ടെ. മരുന്ന് കുടിക്കണോണ്ട് നല്ല ക്ഷീണമെന്നാ പറയണത്. ഏതെല്ലാം അല്ലാഹു തആല പഴയതിനേക്കാളും അല്ലാഹു തആല ഹിമ്മത്തും സിഹത്തും ആഫിയത്തും അല്ലാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നവരാണ്. എന്നാലും അവിടുത്തെ മജ്ലിസിൽ വന്ന് സാധുവായ ഞാൻ ഉസ്താദുമാരുടെ പൊരുത്തത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബർക്കത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറയാതെ പോകുന്നത് അനാദരവാണെന്ന് കരുതി അവരുടെ മദ്ഹ് പറഞ്ഞാൽ തീരുകയില്ല എന്ന് ഈ മജ്ലിസിലുള്ള നിങ്ങളോട് പറയേണ്ടതില്ല. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുഹബത്ത് കൊണ്ട് മഹാനവറുകൾ നേടിയെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖുലഫാഉർ റാഷിദുകളിലെ ഒന്നാമനായിരുന്നല്ലോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സുവിശേഷം ചെയ്യപ്പെട്ട 10 സ്വഹാബികളിലെ ഒന്നാമത്തെ മെമ്പറാണ്. ഇസ്ലാമിലും ഹിജ്റയിലും ഗാറുസൗറിലും അവസാന മുത്തുനബിയുടെ കൂടെ അവിടുത്തെ ഖബറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ മുസ്ലിം ലോകത്തെ ഒന്നാം സ്ഥാനക്കാരനാണ്. സ്വഹാബികളിലെ ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും വലിയ സാഹിദുമാണ്. വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം നമുക്ക്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പല വിഷയത്തിലും ഞങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കും. തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിലാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
നാളെ എല്ലാവരും പള്ളിയിലേക്ക് വരുമ്പോ കയ്യിലുള്ള സ്വതക്കകള് സംഭാവനകൾ ചെയ്യണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, എന്റെ കയ്യിൽ ഇപ്പോൾ നല്ല സ്വത്തുണ്ട്, അതുകൊണ്ട് നാളെ ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ ഞാൻ ഇവിടെ സംഭാവന ചെയ്യും. അങ്ങനെ നാളത്തെ വിഷയത്തിൽ ഞാൻ സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കും എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ കരുതി. എല്ലാവരും തന്നാൽ കഴിയുന്ന സംഭാവന കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു, അല്ല നിങ്ങൾ എത്രയാ കൊണ്ടുവന്നത്? മാ അബ്ഖൈത ലി അഹ്ലിക, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ എത്രയാണ് ബാക്കി വെച്ചത്? ഓരോരുത്തർ ഓരോ മറുപടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്ലഹു യാ റസൂലല്ലാഹ്, ഇതിന്റെ നേർപകുതി എന്റെ കുടുംബത്തിന് എന്റെ വീട്ടിലുണ്ട്. കൊണ്ടുവന്നത് വലിയ സമ്പത്താണ്, ധാരാളം ഉണ്ട്. അത് എന്റെ വീട്ടിലുള്ളതിലേക്ക് നോക്കുമ്പോ പകുതിയാണ്. പകുതി ഞാൻ ഇങ്ങോട്ടും 50 എന്റെ വീട്ടിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇതേ ചോദ്യം ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക, ഓ അബൂബക്കറെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ബാക്കി വെച്ചത്? നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, ഞാൻ എൻ്റെ വീട്ടിൽ സമ്പത്തായി ഒന്നും എൻ്റെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തിന് ബാക്കി വെച്ചത് അല്ലാഹുവിനെയും അവൻ്റെ തിരുദൂതരെയുമാണ്. ഈ മറുപടി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ പറഞ്ഞു, ലാ ഉസാബിഖുക ഇലാ ശൈഇൻ അബദാ, ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കുക എന്നത് ഇനി ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുകയേ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വിഷയത്തിലും എനിക്ക് തോൽപ്പിക്കാൻ കഴിയൂല. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഇങ്ങനെ ഏത് വിഷയത്തിലെടുത്ത് നോക്കിയാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ അവിടത്തെക്കാളും ബഹുമാനമുള്ളത് കാണാൻ നമുക്ക് കഴിയൂല. അവിടുന്ന് മക്കയിലാണ് ജനിച്ചത്, അവിടെ തന്നെയാണ് വളർന്നത്. സത്യസന്ധതയിലൂടെയും എല്ലാവരുടെയും പ്രിയമിത്രമായി മാറിയ മഹാൻ അന്ന് ഖുറൈശികളുടെ നേതൃത്വ നിരയിലാണ്. അതേ, കുടുംബത്തിന്റെ വേരുകളെ കുറിച്ച് നല്ല ജ്ഞാനമായിരുന്നു. നല്ല വിശ്വസിക്കാൻ പറ്റിയ സത്യസന്ധനായ കച്ചവടക്കാരനുമായിരുന്നു. എത്ര സമ്പാദിച്ചാലും അവിടത്തെ സമ്പത്ത് ഒരു മടിയും കൂടാതെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച മഹാനായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടത്തെ ജീവിത വിശുദ്ധി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജീവിത വിശുദ്ധിയുള്ളവരാണ്. ഒരിക്കലും അവിടുന്ന് അസത്യം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു തവണ പോലും ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഒരു ബിംബത്തിന്റെ മുന്നിൽ തലകുനിച്ചിട്ടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് പല കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. മഹാനവറുകൾ അതാ കച്ചവടാവശ്യാർത്ഥം യാത്ര പോകുമ്പോ വഴിയിൽ വെച്ച് ഒരു പണ്ഡിതനായ ഒരു പുരോഹിതൻ, ആ മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ
അതാ കണ്ടുമുട്ടുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനിടയിൽ മഹാനവറുകൾ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തെ കുറിച്ചാണ് മഹാനവറുകൾ ചോദിച്ചത്. ഉടനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ മക്കയിൽ നിന്നാണ്, ഖുറൈശി തറവാട്ടിൽ നിന്നാണ്. അപ്പൻ മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണ്? ഞാൻ കച്ചവടക്കാരനാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നം അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കും. അഥവാ ഫഇന്നഹു യുബ്അസു നബിയ്യും മിൻ ഖൗമിക, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രവാചകനെ അല്ലാഹു തആല അയക്കും. തകൂനു വസീറഹു ഫീ ഹയാതിഹി, അവരുടെ ഹയാത്ത് കാലത്ത് നിങ്ങൾ അവരുടെ മന്ത്രിയെ പോലെയാണ്. വഖലീഫതഹു ബഅദ മൗതിഹി, അവിടുത്തെ വഫാത്തിന് ശേഷം അവരുടെ ഏറ്റവും വലിയ 1-ാം നമ്പർ പ്രതിനിധിയാണ്. ഫഅസറഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹത്താ ബുഇസ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടി. അവിടുന്ന് പ്രബോധനം നടത്തുന്നത് വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് രണ്ടാമതൊരാളോട് അല്ലെങ്കിൽ മൂന്നാമതൊരാളോട് ഈ രഹസ്യം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തുമായി വന്നപ്പോ നേരെ മുത്തുനബിയുടെ അരികിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മദ്ദലീലു അലാ മാ തദ്ഈ, നിങ്ങൾ നബിയാണ് എന്നതിന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ തെളിവ് വല്ലതുമുണ്ടോ? ഉടനെ നബിതങ്ങൾ പറഞ്ഞു, അർറുയല്ലത്തി റഅയ്ത ബിശ്ശാം, നീ കച്ചവടത്തിന് പോയപ്പോ ശാമിൽ വെച്ച് കണ്ട ഒരു സ്വപ്നമില്ലേ, ആ സ്വപ്നമാണ് ഞാൻ നബിയാണെന്നതിന് തെളിവ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അശ്ഹദു അന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊന്നും ആവശ്യമില്ല, വേറൊരു സംശയവുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം, ഞാൻ ഒരാളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ എല്ലാവരും എന്നോട് പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്, പല ആശങ്കകൾ വെക്കാറുണ്ട്, പല പ്രമാണങ്ങളും ചോദിക്കാറുണ്ട്, പല അത്ഭുതങ്ങളും ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ അങ്ങനെ ഒരു ആശങ്കയും പറയാതെ ഒരു സംശയവും പ്രകടിപ്പിക്കാതെ എന്നെ വിശ്വസിച്ച ഒരേ ഒരാള് ഇതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ما دعوت أحدا إلى الإسلام إلا كانت عنه كبوة وتردد ونظر إلا أبا بكر. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ആശങ്കയുമില്ലാതെ നബി തങ്ങളെ അതാ വിശ്വസിച്ച മഹാനാണ്. ഇസ്ലാമിൽ വെറും 8 ആളുകളുള്ള സമയത്ത്, ആള് നന്നേ കുറവാണ്, പരസ്യ പ്രബോധനം അന്ന് ഇല്ലല്ലോ. ആ സമയത്ത് പോലും നബി തങ്ങളോട്, നബിയെ നമ്മൾ വിശ്വസിക്കുന്ന ആശയം സത്യമല്ലയോ? ആണ് സിദ്ദീഖ് അബൂബക്കറെ, സത്യമാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? എന്തിനാണ് നമ്മൾ പേടിച്ചു നിൽക്കുന്നത്? ആദർശം പരസ്യമായി പറഞ്ഞൂടെ നബിയേ. മുത്തുനബിക്ക് ധൈര്യം കൊടുക്കുന്നു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മുത്തുനബിയുടെ പ്രസിഡൻസിയിൽ, അവിടുത്തെ അധ്യക്ഷതയിൽ ഇസ്ലാമിലെ ആദ്യ പ്രഭാഷണം അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം,
അതേ നാളെ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ അവ്വലു മൻ ദഖലൽ ജന്ന ബഅദീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലെത്തുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഇസ്ലാമിലെ ഒരുപാട് വിഷയങ്ങളിൽ ഒന്നാമനാണ്. അതുപോലെ അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ, ഒന്നാമത്തെ പ്രഭാഷകനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ അധ്യക്ഷതയിൽ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുമ്പോൾ നല്ല വഅള്, നല്ല അട്രാക്റ്റീവായ പ്രഭാഷണം. ശത്രുക്കൾ, കഅബയുടെ പരിസരത്ത് ശത്രുക്കൾ, മുശ്രിക്കുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പലരും ആ സംഭാഷണം കേട്ട് ആകൃഷ്ടരായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഅള് കാതിൽ കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് അപകടമാണെന്ന് കരുതി ശത്രുക്കളിലെ ചില നേതാക്കന്മാർ ഓടി വന്ന് അവര് ധരിച്ച ചെരുപ്പ് ഊരിയിട്ട് അവര് ധരിച്ച മെതിയടി ഊരിയെടുത്ത് പ്രസംഗിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തടിച്ചപ്പോൾ അവിടുന്ന് ബോധം കെട്ട് വീണുപോയില്ലേ. ബോധം കെട്ട് വീണപ്പോ അവിടുത്തെ ഉപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ഉമ്മയും ഇസ്ലാമിലേക്ക് വന്നു. ആ അബൂ ഖുഹാഫ എന്നവര് അന്ന് കുടുംബത്തിന് വലിയ ബഹുമാനാണ്. ആള് ഏത് ആദർശായാലും കുടുംബത്തെ തൊട്ട് കളിച്ചാൽ മറ്റു കുടുംബക്കാര് വിടൂല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം പോയി. അത്രയും ശക്തമായ അടിയായിരുന്നു. അബൂ ഖുഹാഫ പറഞ്ഞു, ലഇമ്മാത അബൂബക്കർ ലനഖ്തുലന്ന ഉത്ബ, എന്റെ മകൻ അബൂബക്കറിന് വല്ലതും സംഭവിച്ചാൽ ഉത്ബനെ ഞാൻ വെറുതെ വിടൂല. ആദർശത്തിൽ രണ്ടൊന്നും ഒരേ പാർട്ടിയാണ്, പക്ഷെ കുടുംബം അത് അവർക്ക് വലിയ അഭിമാനമാണ്. അങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറെ നേരം വൈകിയാണ് അവിടത്തേക്ക് ബോധം തെളിഞ്ഞത്. ബോധം തെളിഞ്ഞപ്പോ ക്ഷീണിതനാണ്, വളരെ വിഷമത്തിലാണ്. ഉമ്മ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. ഉമ്മയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? എന്റെ മുത്തുനബിക്ക് എന്താ പറ്റിയത്? ഉമ്മ പറഞ്ഞു, മോനെ അബൂബക്കറേ, ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ക്ഷീണം മാറിയിട്ട് നിനക്ക് പോയാൽ പോരേന്ന് ചോദിച്ചപ്പോ എനിക്കൊരു വെള്ളവും വേണ്ട, എനിക്കൊരു ഭക്ഷണവും വേണ്ട. അവരെന്താണ് എന്റെ മുത്തുനബിയെ ചെയ്തത്? ഇതറിയാതെ അബൂബക്കറിന് വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചുരുക്കുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടെ നിന്നുള്ള ദാറുൽ അർഖമിലേക്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി. അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്ന വളരെ വികാര നിർഭരമായ ഒരു രംഗമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബിയും രണ്ടുപേരും കൂട്ടിപ്പിടിച്ച് കരയുന്ന രംഗമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി ദുആ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇദ് യഖൂലു ലിസ്വാഹിബിഹി, നബി തങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പരിശുദ്ധ ഖുർആൻ അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു സംഘടനാ പ്രവർത്തകൻ, ഒരു പ്രബോധകൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിക്കണം പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം. പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഇന്ന് ആരാണ് നിറവേറ്റുന്നത്? ഇന്ന് നമ്മള് കുടുംബങ്ങളിൽ ഒതുങ്ങുകയാണ്. ഞാനും എന്റെ കെട്ടിയോളും, ഏറിയ പിന്നെ കുട്ടികളും, ഇത്രേ ഉള്ളൂ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ അയൽവാസിന്റെ മകൻ അവൻ ലഹരിക്ക് അടിമപ്പെടുന്നു, അതൊന്നും ഇപ്പൊ ഞാൻ നോക്കേണ്ടതില്ല. ഇതാണോ നമ്മുടെ ഉത്തരവാദിത്വം? നമ്മളെ വീട് മാത്രം നന്നായാൽ മതിയോ?
അത് പറ്റൂല. എന്റെ അയൽവാസിയുടെ ഒരു മകൻ ലഹരിയിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ മുന്നോട്ട് വരണം. എന്റെ അയൽവാസിക്ക് ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവനെ മെല്ലെ അവനെ നമ്മുടെ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തണം. ഇതിന്റെ ഉത്തരവാദിത്തമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നിട്ട് നാളുകളായിട്ടില്ല. അപ്പോഴേക്ക് തന്റെ ധീരമായ ഇടപെടലിലൂടെ അനവധി സ്വഹാബികളെയാണ്, മഹാന്മാരെയാണ് വിശുദ്ധ ദീനിലേക്ക് ആകർഷിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്നിട്ട് 10 ദിവസം തികയുന്നതിന്റെ മുമ്പ് 6 ആളുകളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അത് ആരാന്നറിയോ? സ്വർഗം കൊണ്ട് സുവിശേഷം അറിയപ്പെട്ട 10 ആളുകളിൽ പ്രഗത്ഭരായ 6 ആളുകളാണ്. ഒന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരല്ല, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 6 സ്വഹാബികൾ. ആ 6 സ്വഹാബികളെ 10 ദിവസത്തിനുള്ളിൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകുക എന്നല്ലാതെ അങ്ങോട്ട് ആരും വന്നിട്ടുണ്ടോ? നമ്മളൊരു മീറ്റിംഗ് കൂടുമ്പോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടമായി പ്രവർത്തിക്കുമ്പോ മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞ് അവനെ സദസ്സിലിട്ട് പരിഹസിച്ച് ഉള്ള പ്രവർത്തകരും നമ്മുടെ നാവ് കൊണ്ട് നഷ്ടപ്പെട്ടതിലുണ്ടായിട്ടുള്ളൂ. ഏതെങ്കിലും ഒരാള് ഈ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് അങ്ങനത്തെ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ വിജയിച്ചു. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. നമ്മുടെ ജീവിതം മുഴുവൻ എടുത്താലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിമിഷത്തിന് തുല്യമെത്താൻ കഴിയൂല. നിങ്ങൾ നോക്ക്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര ആളുകളെയാണ് പണം കൊടുത്ത് മോചിപ്പിച്ചത്. മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശത്രുക്കൾ വല്ലാതെ വേദനിപ്പിക്കുമ്പോ എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാണ്. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, പറയുന്ന കാശ് കൊടുത്ത് മോചിപ്പിക്കാൻ കഴിയുമോ? ഉമയ്യത്തെന്ന ക്രൂരനായ മനുഷ്യൻ പറഞ്ഞ സ്വർണം കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുന്നു. അങ്ങനെ എത്ര അടിമകളെയാണ്, പാവപ്പെട്ടവരെയാണ് പറഞ്ഞ പൈസ കൊടുത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മോചിപ്പിച്ചത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ അവിടുത്തെ പരിശുദ്ധ ഖുർആൻ അവരുടെ ആ സ്വതക്കയെ കുറിച്ചും ധർമ്മത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന മഹാനാണ്. ആ സിദ്ദീഖ് തങ്ങളെ ആദരിക്കുന്നതും അവിടത്തെ മദ്ഹ് പറയുന്നതും മാസത്തിൽ ഇവിടെ നടക്കുന്ന ഇത്തരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് തോന്നുന്ന ഈ മജ്ലിസിൽ പങ്കെടുക്കുമ്പോ നാളെ ആഖിറത്തിൽ സിദ്ദീഖ് തങ്ങളെ നമ്മളെ കൈവടിയൂല. നോക്കൂ നിങ്ങൾ, മുത്തുനബിക്ക് അത്രമാത്രം സപ്പോർട്ട് ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് അതാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസങ്ങളായി സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ദിക്റിനും ദുആക്കും നിൽക്കാതെ, സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും പതിവ് ദിക്ർ കഴിഞ്ഞ് കൂട്ടമായി ദുആ ചെയ്ത് ആമീൻ പറഞ്ഞ് പിരിയലാണ് സ്വഭാവം. എന്നാൽ കുറച്ച് ദിവസങ്ങളായി അബൂ ദുജാന റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. അവിടുന്ന് കുറച്ച് ദിവസമായി സുബ്ഹി കഴിഞ്ഞ ഉടനെ ദിക്റിനും ദുആക്കും നിൽക്കാതെ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ നബി തങ്ങളുടെ ചോദ്യം, അല്ല അബൂ ദുജാന, നിങ്ങൾക്കെന്തേ റബ്ബിനോടൊന്നും ചോദിക്കാനില്ലേ? അല്ലാഹുവിനോട് നിങ്ങൾക്ക് ദുആ ചെയ്യാനില്ലേ? മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ,
എനിക്ക് ദുആ ചെയ്യാനില്ലാത്തത് കൊണ്ടല്ല, എന്റെ വീട്ടിൽ പലപ്പോഴും പട്ടിണിയാണ്. എന്റെ മക്കൾക്ക് പലപ്പോഴും രാത്രി ഒന്നും കഴിക്കാൻ കിട്ടാറില്ല. അവര് വിശന്നുകൊണ്ടാണ് കിടക്കാറുള്ളത്. എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന, എന്റെ അയൽവാസിയുടെ പറമ്പിൽ നിന്ന് ചാഞ്ഞു നിൽക്കുന്നൊരു ഈത്തപ്പന മരമുണ്ട്. ആ ഈത്തപ്പഴ മരം പഴുത്തു നിൽക്കുകയാണ്. ഒരു ദിവസം ഞാൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ എന്റെ മക്കൾ വിശന്ന് എഴുന്നേറ്റ് എന്റെ വീടിന്റെ മുറ്റത്ത് വീണ ഈത്തപ്പഴം എടുത്ത് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അത് കഴിക്കാനുള്ള സമ്മതം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിൽ ഹലാലല്ലാത്ത ഭക്ഷണമായി തീരുമല്ലോ എന്ന് കരുതി, എനിക്കറിയാം എന്റെ മക്കള് പട്ടിണിയാണ്, എന്റെ മക്കള് പ്രയാസത്തിലാണ്. പക്ഷേ ഹലാലല്ലാത്തത് കഴിച്ചാൽ കാലാകാലം നരകമെന്ന പ്രയാസമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ എന്റെ മക്കളുടെ വായിൽ കൈയിട്ട് ആ ഈത്തപ്പഴം എടുത്തെറിഞ്ഞു. നബിയേ, പലപ്പോഴും എന്റെ വീട്ടിൽ പട്ടിണിയാണ്. ഇതുപോലെ ഞാൻ ദിക്റും നിന്നാൽ എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഹലാലല്ലാത്ത ഭക്ഷണം ചെല്ലുമോ? പേടിച്ചിട്ട് പോയതാ. ഹബീബായ തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി. കേട്ട സ്വഹാബത്ത് സങ്കടപ്പെട്ടു പോയി. നബി തങ്ങൾ ചോദിച്ചു, ആ ഈത്തപ്പന മരം ആരുടേതാണ്? സദസ്സിൽ നിന്ന് എഴുന്നേറ്റ ഒരാൾ അതെന്റേതാണ്. ആള് മുനാഫിഖാണ്, മുത്തുനബിയെ ഉള്ളിൽ വിശ്വസിക്കാത്ത ആളാണ്. മുത്തുനബി ചോദിച്ചു, ആ ഈത്തപ്പഴ മരം അബൂദുജാനക്ക് കൊടുക്കുമോ? പകരം 10 ഈത്തപ്പന മരം ഞാൻ നിനക്ക് സ്വർഗത്തിൽ തരാം. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയുടെ പവർ അറിയാത്തവര്, അവർക്കല്ലേ പുത്തൻ വാദിയാകാൻ കഴിയുകയുള്ളൂ, മുനാഫിഖാകാൻ കഴിയുകയുള്ളൂ. റസൂലുള്ളാഹിന്റെ പവർ അറിയാത്തവര്, അയാള് പറഞ്ഞു, റൊക്കത്തിനല്ലാതെ കടത്തിനെന്റെ ഈത്തപ്പന മരം തരൂല. റൊക്കത്തിനുള്ള കടത്തിനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി. ഉടനെ എഴുന്നേറ്റു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ മനുഷ്യന് 10 ഈത്തപ്പന മരം ഞാൻ എന്റെ തോട്ടത്തിൽ നിന്ന് കൊടുക്കാം നബിയേ. പക്ഷേ നിങ്ങളാ ഏറ്റ സ്വർഗത്തിലെ ഈത്തപ്പന മരണ്ടല്ലോ, അത് ഈ അബൂബക്കറിന് തരുമോ നബിയേ എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ എത്രയാണ് സന്തോഷിച്ചത്, എത്രയാണ് അവിടുത്തെ മനസ്സിന് സന്തോഷമുണ്ടായത്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ എവിടെ വിഷമിക്കുന്നുവോ അവിടെ സപ്പോർട്ട് ചെയ്ത് നബി തങ്ങളുടെ കൂടെ നിന്ന് മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉണ്ടായത് എന്താണ്? ഈ മുനാഫിക്കായ മനുഷ്യൻ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാത്രി വന്നിട്ട് പറഞ്ഞു, ഇന്ന് നല്ല കച്ചവടം നടന്നു, നമ്മളെ ഒരു ഈത്തപ്പന മരത്തിന് 10 മരം കിട്ടിയത്. അതിനൊക്കെ പുറമെ വിറ്റ മരം നമ്മളെ പറമ്പിൽ തന്നെയല്ലേ ഉള്ളത്, അത് എവിടേക്കും പോണില്ലല്ലോ. അങ്ങനെ 11 ഈത്തപ്പന മരം നമുക്ക് ഇന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ മനുഷ്യനും ഭാര്യയും ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ഈത്തപ്പന മരം ആ പറമ്പിൽ കാണാനില്ല. അത് നടന്ന് 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 അബൂദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്ത് പ്രൗഢിയോടെ നിൽക്കുന്നു. ജാഅത്ലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി മൗലായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സപ്പോർട്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. മുത്തുനബിയുടെ മുഅ്ജിസത്ത് കൊണ്ട് നബി തങ്ങൾ വിളിക്കുമ്പോഴേക്ക് വന്ന മരങ്ങള്, നടന്ന മരങ്ങള്, ഇങ്ങനെ ധാരാളമുണ്ട്.
ഇതൊന്നും യുക്തിക്കെതിരൊന്നുമില്ല. രണ്ട് കാലുള്ള നമ്മൾ നടക്കണില്ലേ? നമുക്കെങ്ങനെ നടക്കാൻ പറ്റിയത്? ആ നടക്കാൻ പവർ തന്ന ആള് മരത്തിന് നടക്കാൻ പവർ കൊടുത്തു. അത്രേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ബഹുമാനം പറഞ്ഞാ തീരൂല. നബി തങ്ങളുടെ കൂടെ ഹിജറ പോകുമ്പോ ആ ഗുഹയിലേക്ക് നബിയെ മക്കാനക്ക യാ റസൂലല്ലാഹ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ക്ഷീണുണ്ടെന്നറിയാം, ഞാൻ ഉള്ളിലേക്കൊന്ന് പോകട്ടെ. എന്തിനാ ഉള്ളിലേക്ക് പോയത്? വല്ല ഇഴജന്തുക്കളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ശരിയാക്കണം. വല്ല അപകടവും പറ്റുകയാണെങ്കിൽ അത് അബൂബക്കറിന് പറ്റിയാ മതി, നബി തങ്ങൾക്ക് പറ്റാൻ പാടില്ല. കാരണം അബൂബക്കർ എന്ന ഒരാൾ തന്നെ ഇല്ല, മുത്തുനബി മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനവറുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയും ആ ഗുഹയിൽ ഇരിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ശത്രുക്കളതാ നമ്മുടെ മുമ്പിലുണ്ട്, അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ ലഅബ്സ്വറനാ, അവര് നമ്മളെ കാണുമല്ലോ നബിയേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ലാ തഹ്സൻ, ഓ സിദ്ദീഖേ, നിങ്ങൾ സങ്കടപ്പെടണ്ട. ലാ തഖഫ് എന്നല്ല പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ ശത്രുക്കളെ കണ്ട് പേടി ഉണ്ടായിട്ടല്ലത് പറഞ്ഞത് എന്ന് മുത്തുനബിക്കറിയാം. മറിച്ച് ആ ശത്രുക്കളെങ്ങാനും മുത്തുനബിയെ കണ്ടാൽ എന്റെ മുത്തുനബിക്ക് വല്ലതും പറ്റുമോ എന്നുള്ള ടെൻഷനാണ്, ആ വലിയ സങ്കടമാണ്. അല്ലാതെ സിദ്ദീഖ് തങ്ങളുടെ ശരീരത്തിന് പരിക്ക് പറ്റുന്ന പേടിയല്ല. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, ലാ തഹ്സൻ, സിദ്ദീഖേ, നിന്റെ മനസ്സിലുള്ള ടെൻഷൻ എനിക്കറിയാം, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താങ്ങും തണലുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുമ്പോൾ എല്ലാ വിഷയത്തിലും മുത്തുനബിയുടെ കൂടെയാണ്. ബദറിന്റെ രണാങ്കണം തലേ ദിവസം നബി തങ്ങളുടെ ഖൈമയിൽ പന്തലിന് ആര് കാവല് നിൽക്കുമെന്ന ചർച്ച വന്നപ്പോ നബി തങ്ങളെ ശത്രുക്കളെ ഏത് സമയവും ഉറ്റുനോക്കുന്ന സമയമാണ്. ആര് മുത്തുനബിക്ക് കാവല് നിൽക്കാൻ ധൈര്യപ്പെടാത്ത സമയമാണ്. ആ സമയത്തും അന യാ റസൂലല്ലാഹ് വകാന സാനിയതൻ ഫിൽ അരീശി യൗമ ബദർ, ബദറിന്റെ തലേ ദിവസം അന്ന് മുത്തുനബിയുടെ ആ പന്തലിന് കാവല് നിന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ആരാണെന്ന് നോമ്പുകാരൻ, ആരാണെന്നൊരു ജനാസയെ പിന്തുടർന്ന് വന്നവൻ, ആരാണെന്ന് രോഗിയെ സന്ദർശിച്ചവൻ, ആരാണെന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവൻ. 4 ചോദിച്ചപ്പോഴും മറുപടി പറഞ്ഞത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംരീൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ സ്വഭാവം, 4 സ്വഭാവവും ഒരാളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഒരു സംശയവുമില്ലെന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വലിയ സൂക്ഷ്മതയുടെ ജീവിതമാണ് നയിച്ചിരുന്നത്. നേരത്തെ ഉസ്താദ് കൈപ്പമംഗലം ഉസ്താദിന്റെ മഹത്വം പറഞ്ഞല്ലോ. ഹലാലായ ഭക്ഷണം അല്ലാത്തത് നമ്മുടെ വയറ്റിലെത്തിയാൽ അതേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ മുസ്തജാബു ദുആ ആവാൻ, എപ്പോ ദുആ ചെയ്താലും ഉത്തരം ലഭിക്കാൻ, അങ്ങനെ ഒരു പവർ ഉണ്ടാവാൻ നിങ്ങൾ എനിക്ക് ദുആ ചെയ്തു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ മറുപടിയാണ് പറഞ്ഞത്, ഹലാലായ ഭക്ഷണമേ കഴിക്കാവൂ. ഹലാലല്ലാത്ത ഒരു ഉരുള നമ്മുടെ വയറ്റിൽ
വയറ്റിലെത്തിയാൽ ചുരുങ്ങിയത് 40 ദിവസത്തെ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഹലാലല്ലാത്തത് കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കുന്നത് ഹലാലാണ് എന്ന് ഉറപ്പ് വേണം. അതാണ് മഹാന്മാരുടെ ജീവിതം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും അങ്ങനെയായിരുന്നു. മഹാനവറുകൾ അവിടത്തെ ഒരു ഭൃത്യൻ, അവിടത്തെ ഗുലാം ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവർത്തു, ഒരു സമ്മാനം എന്ന രൂപത്തിൽ. കഴിച്ചു കഴിഞ്ഞപ്പോഴാ പറഞ്ഞത്, ഇത് ഞാൻ ജാഹിലിയ്യ കാലഘട്ടത്തില് ഒരു ജോത്സ്യന്റെ കൂടെ ഹാദിമായി നടന്ന് അയാളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ് എന്ന് സൂചിപ്പിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഅദ്ഖല അബൂബക്കറിൻ യദഹു ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി, മുഴുവനും ഛർദിപ്പിച്ചു കളഞ്ഞു നാൻ. അതല്ലേ മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഇന്ന് ശാഫിഈ മദ്ഹബിലെ എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളും ചെന്നെത്തുന്നത് ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തിൽ മദ്ഹബ് എന്ന ഗ്രന്ഥത്തിലാണ്. അതിൽ നിന്നല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടത്തെ വജീസും ബസീത്തും വസീത്തും ഖുലാസയും മുഴുവനും ഉണ്ടാക്കിയത് ഈ നിഹായയിൽ നിന്നാണ്. അതിന്റെ ഒരു ചുരുക്ക രൂപമല്ലേ, സംക്ഷിപ്ത രൂപമല്ലേ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെ മുഹറർ. അതിന്റെ സംക്ഷിപ്ത രൂപമല്ലേ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ്. ആ മിൻഹാജിന് 200-ലേറെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം ചെന്നെത്തുന്നത് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ നിഹായ എന്ന ഗ്രന്ഥത്തിലാണ്. എന്തേ മഹാനവറുകൾ ഇത്ര വലിയ ബഹുമാനം കിട്ടാനുള്ള ഒരു കാരണം മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്. അതാ ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ചെറിയ ഒരു പതർച്ച വന്നു. മഹാനവറുകൾക്ക് ചെറിയ ഒരു ഇടർച്ച വന്നു. ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദ് അവറുകളെ, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമായിട്ടും എന്തേ ഉത്തരം പറയാൻ ഒരു വിഷമം വന്നത്? ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കൈക്കുഞ്ഞായി പാല് കുടിക്കുന്ന പ്രായത്തിൽ ഉണ്ടായ ഒരു സംഭവം മഹാനവറുകൾ പറയുകയാണ്. എന്റെ വാപ്പ ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു, ഇമാം ജുവൈനി തങ്ങളെ തവസ്സുലാക്കി ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു തട്ടിക്കളയൂല. അത്രയും വലിയ മഹാനാണ് ഇമാമുൽ ജുവൈനി റളിയല്ലാഹു അൻഹു. അവരുടെ മകനാണ് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. ആ ബാപ്പ യാത്രക്കൊരുങ്ങുമ്പോ എന്റെ ഉമ്മ ബാപ്പയെ യാത്രയാക്കാനുള്ള സാമഗ്രികളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ വിശന്ന് കരയുമ്പോ ബാപ്പ ഇറങ്ങാറായിട്ടുണ്ട്. ബാപ്പ ഇറങ്ങിയിട്ട് പാല് കൊടുക്കാമെന്ന് കരുതി എന്റെ ഉമ്മ ബാപ്പയ്ക്കുടെ അറേഞ്ച്മെന്റ് നടത്തുമ്പോ പെട്ടെന്ന് ഞാനങ്ങ് കരച്ചിൽ നിർത്തിപ്പോയി. അന്ന് മഹാനവറുകളുണ്ടല്ലോ, അമ്മവരുടെ അടുത്ത് കഥ ആയിരിക്കും, എന്തായിക്കോട്ടെ, അത് ചരിത്രത്തിലുണ്ട്. പിന്നീട് മഹാനവറുകൾ ഇത് പറയുന്നുണ്ട്. ഞാൻ കരച്ചിൽ നിർത്തിയപ്പോ ഉമ്മ വേഗം വന്നു നോക്കി. ഞാൻ സാധാരണ പാലിട്ടാതെ കുട്ടികളെ കരച്ചിൽ നിർത്തില്ല. ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി വന്നു നോക്കുമ്പോ എന്റെ അയൽവാസിയായ ഒരു മുസ്ലിം ഉമ്മ എനിക്ക് വന്ന് എന്റെ കരച്ചില് കേട്ട് വന്ന് എനിക്ക് പാല് തന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മുലപ്പാല് തന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ എന്നെ ഉമ്മ എന്നെ തിരിച്ചു വാങ്ങി ബാപ്പയുടെ അരികിൽ കൊണ്ടുപോയി സംഭവം വിശദീകരിച്ചപ്പോ ബാപ്പ എന്നെ വാങ്ങി ഒരു റിപ്പോർട്ട് അനുസരിച്ച് നേരെ തലകിപ്പോട്ടാക്കി. അങ്ങനെ ഇളക്കിയിട്ട് കുടിച്ച പാല് മുഴുവനും അവിടുന്ന് ഛർദിപ്പിച്ചു കളഞ്ഞു. ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറയുകയാണ്, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അന്ന് ഛർദിപ്പിച്ചു കളഞ്ഞപ്പോ ഒരു അംശമെങ്കിലും എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടാവാ. അതിന്റെ വിഷമമാണ് ഞാൻ ഇവിടെ ഈ സംവാദത്തിൽ അനുഭവിച്ചത്. നോക്കൂ നിങ്ങൾ, അവരുടെ ജീവിത വിശുദ്ധി എത്രയാണ്, അവരുടെ ജീവിത വിശുദ്ധി എത്രയാണ്. അങ്ങനെയാണ് അവരൊക്കെ മഹാന്മാരായത്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഹലാലല്ലാത്തത് കൊടുക്കാൻ പാടില്ല. അത് മക്കൾ ചീത്തയാവാൻ, മക്കൾ നന്നാവാൻ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ
അവിടുന്ന് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ മകന് പാല് കൊടുക്കുമ്പോ വുളു ഇല്ലാതെ പാല് കൊടുക്കാറില്ല. വുളുഇല്ലാതെ പാല് കൊടുക്കാറില്ല. ഇന്നും ഉമ്മമാര് പാല് കൊടുക്കുമ്പോ പാലിക്കേണ്ട പല മര്യാദകളും പാലിക്കുന്നില്ല, പലതും പാലിക്കുന്നില്ല. ഇരുന്നു കൊണ്ട് മുല കൊടുക്കണം, കുട്ടിയുടെ മുഖത്ത് നോക്കി മുല കൊടുക്കണം. കാരണം പാല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം വിതരണം ചെയ്യാന്നുള്ളത് മാത്രമല്ല അള്ളാഹു അതിലൂടെ സംവിധാനിച്ചത്. അതിലൂടെ ഉമ്മയും ആ മകനും മകളും തമ്മിലുള്ള ഒരു വലിയ സ്നേഹബന്ധം ആ പാല് കൊടുക്കുന്നതിലൂടെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി കിട്ടണമെങ്കിൽ പാല് കൊടുക്കുമ്പോ കുട്ടിയുടെ മുഖത്ത് നോക്കി പാല് കൊടുക്കണം. ഇന്ന് സഹോദരിമാര് പാല് കൊടുക്കുമ്പോ ആദ്യം മൊബൈൽ എടുക്കുക, കാരണം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് ഇന്ന് കുട്ടിയുടെ മുഖത്ത് നോക്കി പാല് കൊടുക്കുന്നതിന് പകരം യൂട്യൂബിൽ നോക്കിയിട്ടാണ് പാല് കൊടുക്കുന്നത്, ഫേസ്ബുക്കിൽ നോക്കിയിട്ടാണ് പാല് കൊടുക്കുന്നത്. അതിന്റെ ഗതികേട് ഇന്ന് നമ്മുടെ മക്കളിൽ കാണുന്നുണ്ട്. അനുസരണയില്ല, ആത്മീയതയില്ല, തസ്കിയത്തുൽ ഖൽബ് കിട്ടുന്നില്ല, അതുള്ള സ്ഥലത്തേക്ക് വരാൻ പോലും തോന്നുന്നില്ല. ആ രൂപത്തിൽ നമ്മുടെ മക്കള് വളരാൻ കാരണം ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കളെ നല്ല ദീനീ ചിട്ടയിൽ നമ്മൾ വളർത്തണം. ഈ ആധുനികതയുടെ പളപളപ്പിൽ നമ്മൾ ദീന് മറന്നുപോയി കൂടാ. സുബ്ഹാനല്ലാഹ്, SLC ആകുമ്പോ A+ ഫുള്ള് കിട്ടണമെന്ന് കരുതി മദ്രസ നിർത്തിപ്പിക്കുന്ന ചില ഉമ്മമാരുണ്ട്, മദ്രസ നിർത്തിപ്പിക്കുന്ന ചില ബാപ്പമാരുണ്ട്. ഉസ്താദേ ഇനി അടുത്ത ആഴ്ച ക്ലാസ്സിന് വരൂല, കാരണം SLCയുടെ ട്യൂഷനാണ്. ഇങ്ങനെ ഭൗതികതയ്ക്ക് വേണ്ടി അവർ മതത്തെ 2ാം നമ്പറായി കാണുന്നവരുണ്ട്. അവസാനം വിരല് കടിക്കുന്ന ദിവസം അത് പരലോകത്ത് മാത്രമല്ല, അത് ദുനിയാവിലും ഉണ്ട് കേട്ടോ. ദുനിയാവിലുണ്ട് ആ ദിവസം, വിരല് കടിക്കുന്ന ദിവസം ദുനിയാവിലുണ്ട്. അത് എന്നാ തിരിയ? മക്കളൊക്കെ വലുതായി, വലിയ മക്കളായി, എല്ലാ സൗകര്യമായി, വീടുമായി, ബാപ്പനെ മെയിൻറ്റ് ചെയ്യൂല, ഉമ്മനെ മെയിൻറ്റ് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്, മക്കള് ഉമ്മയെയും ബാപ്പയെയും തട്ടിക്കളിക്കുന്ന കാലമാണ്. എന്റെ വീട്ടിൽ തന്നെ എന്തിനാ ബാപ്പ നിൽക്കുന്നത്? ബാപ്പക്ക് മറ്റു മക്കളുമില്ലേ, ഉമ്മക്ക് മറ്റു മക്കളുമില്ലേ? ഞാൻ മാത്രം ഉമ്മാക്ക് ചെലവ് കൊടുക്കുന്നത് എന്തിനാണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രായമുള്ള ഉപ്പമാരുമ്മമാരുണ്ടായിട്ടും സ്വർഗം നേടാൻ കഴിയാത്ത ചെറുപ്പക്കാരുണ്ടോ? അവരെക്കാളും വലിയ ഹതഭാഗ്യരില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള് അവര് മരണപ്പെടുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട എല്ലാ ഹിദുമകളും നമ്മൾ ചെയ്തോ. അവരുടെ മനസ്സ് തൃപ്തിപ്പെടുത്തിക്കോ. അവരുടെ മനസ്സിന് തൃപ്തിയുണ്ടോ? അള്ളാന്റെ പൊരുത്തമുണ്ട്. അവരുടെ മനസ്സിന് തൃപ്തിയില്ലേ? റബ്ബിന്റെ പൊരുത്തമില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ആത്മീയമായി മുന്നേറണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അങ്ങനെയാണ്. അവരെ പറ്റി മദ്ഹ് പറഞ്ഞത് അത് കേവലം കേട്ട് ആസ്വദിച്ച് പോകാനല്ല, അത് പറയുന്ന സാധുവായ എന്റെ ജീവിതത്തിലും കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്ന വലിയ മഹാനാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഒന്നാമൻ കബീർ. അവർ മൊത്തം കുടുംബം അവരുടെ ആണ്ടിന്റെ മാസം കൂടിയാണ്, അവരുടെ അനുസ്മരണം കൂടിയാണ് ഈ മജ്‌ലിസില്. അല്ലാഹു അവരുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ ബർക്കത്തുള്ള അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനവറുകൾ ഈ നാട്ടിലും ഈ കേരളത്തിലും
അതേപോലെ വിദേശത്തും ധാരാളം ആലിമീങ്ങളെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയ പാണ്ഡിത്യം നേടിയ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരാണ്. മലബാറിലെ മക്ക എന്ന പൊന്നാണിക്ക് നേടിക്കൊടുത്തത് ഈ മഹാന്മാരുടെ നേതൃത്വത്തിലാണ്. അങ്ങനെയുള്ളവർ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറയുന്ന അവിടത്തെ മൗലിദ് ഓതുന്ന ഈ മജ്ലിസിൽ എന്തുകൊണ്ടും അവൻ അനുസ്മരിക്കേണ്ട മജ്ലിസാണ്. കാരണം ഇവരുടെ കുടുംബം എത്തിച്ചേരുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ആ മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് മഖ്ദൂമുമാർ അവരാണ് നമുക്ക് ഈ കേരളത്തില് ഒരു പ്രത്യേകമായ ഒരു സിലബസ് നൽകി ദീനീ വിജ്ഞാനത്തിന്റെ പ്രസരണത്തിന് ചുക്കാൻ പിടിച്ചു. മഹാനായ ശൈഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു. മഹാന്മാരായ മഖ്ദൂമുമാരുടെ ചരിത്രം പറയാൻ നിന്നാൽ അതിന് കുറഞ്ഞ സമയം മതിയാവൂല. ധാരാളം ആലിമീങ്ങളെ, ധാരാളം ഉസ്താദുമാരെ, ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ പള്ളി ദർസുകളിൽ ഓതുന്ന മുർഷിദുത്തുല്ലാബ്, ആ മുർഷിദുത്തുല്ലാബിന്റെ രചയിതാവാണ്, അദ്കിയയുടെ രചയിതാവാണ്. എത്ര ആളുകളെ തസ്കിയത്ത് നടത്താൻ, ആളുകളുടെ ഹൃദയം നന്നാക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഇവിടെ നേതൃത്വം നൽകി. അവരൊക്കെ നമ്മൾ സ്മരിക്കുന്നത് എന്തിനാണ്? നമ്മൾ നന്നാവാനാണ്. ഇന്ന് ലഹരിയുടെ പിന്നിലാണ് പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മളെ മക്കളൊക്കെ ഉള്ളത്. ഒരിക്കലും അവർ ലഹരി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചു പോയതല്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങളൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ താൻ MDMAയിൽ എത്തിയത് കഥ ചാനലുകളിലൊക്കെ വന്നത് നമ്മളൊക്കെ കേട്ടതാണ്. അയാൾ പറയാണ്, 22 വയസ്സ് വരെ ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുമില്ല, തൊട്ടിട്ടുമില്ല, ഞാൻ അങ്ങനെ ഒരു സാധനം പിന്നെ ആരുടെ അടുക്കൊന്നും വാങ്ങിയിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ, നമ്മുടെ മക്കളെ പോലെ വളർന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരോടൊന്നിച്ച് കോഴിക്കോട് ബീച്ചിൽ പോയതാണ്. അപ്പൊ കൂട്ടത്തിലുള്ള ഒരാള് തന്റെ കീശയിൽ നിന്ന് 1 ഗ്രാം തൂക്കം വരുന്ന MDMA എടുത്ത് എനിക്ക് സമ്മാനിച്ചു. ഞാനത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. എനിക്ക് ലഹരി വേണ്ട, ഞാനത് ഉപയോഗിക്കൂല എന്ന് തീർത്തു പറഞ്ഞു. അയാള് പറഞ്ഞു, 1 തവണ ഉപയോഗിച്ചാൽ പോരെ, പിന്നെ വാങ്ങണമെന്നില്ലല്ലോ, ഒന്ന് രുചി അറിഞ്ഞൂടെ എന്ന് വല്ലാതെ പറഞ്ഞു നിർബന്ധിച്ചപ്പോ ഞാൻ അന്ന് ആ 1 ഗ്രാം നുണഞ്ഞു. എന്റെ ശരീരത്തിന് വല്ലാത്തൊരു എനർജി, വല്ലാത്തൊരു ധൈര്യം. കുറച്ച് കഴിഞ്ഞപ്പോ ശരീരത്തിന് ഒരു റാഹത്ത് കിട്ടണില്ല. പിറ്റേ ദിവസം ഈ മരുന്ന് കിട്ടണം. അപ്പോഴാണ് ആ കൂട്ടുകാരൻ വിളിക്കുന്നത്. കൂട്ടുകാരൻ അറിയാം അവന്റെ ലെവല് തെറ്റിയിട്ടുണ്ടാവും. കൂട്ടുകാരൻ വിളിച്ചു, അല്ല നമ്മളെവിടേക്കും പോവല്ലേ? എവിടേക്ക് പോകാനാ? ശരീരത്തിന് റാഹത്ത് കിട്ടണില്ല, അതിന് എന്റെ കയ്യിൽ സാധനം ഉണ്ട്, നീ പോര്. അയാള് ചെന്നു. 2ാമത്തെ ദിവസം കൂട്ടുകാരൻ സാധനം കൊടുത്തു. 3ാമത്തെ ദിവസം കൊടുത്തു. 4ാമത്തെ ദിവസം പറഞ്ഞു, കൂട്ടുകാരനെ മനസ്സിലായി ഇനി അത് വിടൂല. 4ാമത്തെ ദിവസം പറഞ്ഞു, അങ്ങനെ വെറുതെ തരൂല, പൈസ വേണം. അങ്ങനെ 1 ഗ്രാമിന് 1500 കൊടുത്ത് ഞാൻ വാങ്ങുകയാണ്. ഈ കുട്ടി പറയാണ്, ഞാൻ വാങ്ങി. ദിവസങ്ങൾ കൂടുന്തോറും 1 ഗ്രാം മതിയാകുന്നില്ല. അങ്ങനെ 2 ഗ്രാമും 4ഉം 5ഉം ഗ്രാമും അങ്ങനെ 15,000 രൂപയാണ് ഞങ്ങൾക്ക് ഒരു ദിവസം ചെലവാകുന്നത്. ഈ ഒരു MDMA എന്ന സാധനത്തിന് വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ ആലോചിച്ചു. അദ്ദേഹം പറയാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരുന്നു. ആ രൂപത്തിൽ മനസ്സ് മാറിപ്പോയി. ഉമ്മാന്റെ കഴുത്തിൽ സ്വർണമുണ്ടെങ്കിൽ രാത്രി മക്കള് കട്ടെടുക്കും, അതിന് ഉമ്മ സമ്മതിക്കുന്നില്ലെങ്കിൽ അറുത്തുകൊല്ലും. ആ രൂപത്തിൽ മക്കള് മാറിപ്പോയി. അദ്ദേഹം പറയാണ്, നിർത്തിയിട്ട വണ്ടിയുടെ ബോണറ്റ് തുറന്ന് ബാറ്ററി ഞങ്ങൾ കട്ടെടുക്കും. എന്തിന്? ഞങ്ങൾക്ക് പൈസയാണ് വേണ്ടത്. അതിന്റെ മുന്നിൽ ആര് തടസ്സം നിന്നാലും, അത് ഉമ്മയായാലും ബാപ്പയായാലും സഹോദരിമാരായാലും ആരായാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടത് ലഹരിയാണ്. ആ രൂപത്തിൽ ഞങ്ങൾ വളർന്നു. ഡി അഡിക്ഷൻ സെന്ററിൽ ചേർത്തി. അദ്ദേഹം പറയാൻ, സ്വയം തിരിച്ചറിവില്ലാതെ ഈ രോഗം മാറൂല. കാരണം എത്രയോ ആളുകൾ ആ സെന്ററിൽ ചേർന്ന് പിന്നെ പുറത്തു വന്ന് വീണ്ടും ലഹരിയിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ മാറാൻ കാരണം എന്റെ മനസ്സിൽ എന്തോ ഒരു ചിന്ത, ഇത് ശരിയല്ല എന്നൊരു തോന്നൽ എനിക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, ഈ ചെറുപ്പക്കാരൻ പോയത് ലഹരി ഉപയോഗിക്കാനുള്ള ബുദ്ധി കൊണ്ടാ പോയതാണോ? അല്ല, ഇതുപോലെ പെട്ടുപോയതാണ്. നമ്മളെ മക്കള് നാളെ പെടൂല. ആര് കണ്ടു? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ
വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. എപ്പോഴും ഉമ്മമാരെ ദുആ ചെയ്യണം. എന്റെ മക്കളെ നന്നാവാൻ ദുആ ചെയ്യണം. കൺകുളിർമയാകുന്ന മക്കളെ കിട്ടാൻ ദുആ ചെയ്യണം. എപ്പോഴും ഉമ്മമാപ്പമാരും ഔലാദിക്കും മക്കൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തരുത്. മക്കൾക്കെതിരെ ശാപമായി ദുആ ചെയ്യരുത്. മക്കള് നമ്മളെപ്പോഴും അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ബാപ്പമാരാവണം. അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ഉമ്മമാരാവണം. അങ്ങനെ മക്കള് നന്നാവണമെന്ന ചിന്ത വേണം. ഓ മോമിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മളും നമ്മുടെ മക്കളും ഇത്തരം മജ്‌ലിസുകളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണം. നമ്മളെ ചെറുപ്പക്കാരെ കൊണ്ടുവരണം. കാരണം ഇത്ര നല്ല മജ്‌ലിസ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമ്മൾ മജ്‌ലിസിൽ വരും, നമ്മുടെ മക്കൾ അങ്ങാടിയിൽ തെണ്ടി നടക്കോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കളിച്ചു നടക്കോ. അങ്ങനെയുള്ള ഒരു കുടുംബമാകാതെ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു പറയുന്നു, നിങ്ങൾ മാത്രം രക്ഷപ്പെടരുത്, നിങ്ങളെ കൂടെ നിങ്ങളുടെ മക്കളും സ്വർഗ്ഗത്തിലെത്തിക്കണേ. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഉമ്മമാരെ, ശഅബാൻ മാസമാണ്. അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്ത മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സന്തോഷം കൊടുത്ത മാസമാണ്. അവിടുന്ന് ഖിബില കഅബയാക്കാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോ ഖദിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയേ, നിങ്ങൾ ഖിബില മാറ്റണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ പരിശുദ്ധമായ കഅബയെ നിങ്ങൾ ഖിബലയാക്കിക്കോ നബിയേ. അതുപോലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹു ഇതുവരെ അങ്ങനെ ഒരു അമല് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഞാനും എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, ഞാനും എൻ്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ മലക്കുകളും നോമ്പെടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോമ്പെടുക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അല്ലാഹു എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ ലോകത്ത് ഒരേ ഒരു അമല്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഈ ആയത്തിറങ്ങിയത് പരിശുദ്ധമായ ശഅബാനിലാണ്. അതുകൊണ്ട് റജബിൽ തുടങ്ങിയ നന്മകള് നട്ടു നനക്കാനുള്ള സമയമാണ് സ്വലാത്തിലൂടെ ശഅബാനിൽ അല്ലാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞ ആയത്തിറങ്ങിയ ഈ ശഅബാനിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ദിവസവും ചുരുങ്ങിയത് 10 തവണയെങ്കിലും, അതല്ലെങ്കിൽ 100 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങളോട് വലിയ കണക്ഷനാണ്. ആ കണക്ഷന് കൊണ്ട് വലിയ സലാമത്താണ്. ബറക്കത്തിന് ഒരൊറ്റ സംഭവം ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സിറാത്ത് പാലത്തിന്റെ അരികിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. മീസാൻ എന്ന തുലാസിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഹൗദുൽ കൗസറിന്റെ അരികിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാണ് കാത്തു നിൽക്കുന്നത്? അവിടത്തെ സ്നേഹിച്ച സ്വലാത്തു ചൊല്ലിയ, അവിടത്തെ മൗലിദോദിയ, അവിടത്തെ സ്നേഹിച്ചവരെ സ്നേഹിച്ച, അവിടത്തെ സ്നേഹിച്ചവരെ ബഹുമാനിച്ച എന്റെ പാവപ്പെട്ട മുഅ്മിനീങ്ങള് അവര് സിറാത്തു പാലത്തിൽ കുടുങ്ങാൻ പാടില്ല. മീസാൻ എന്ന തുലാസിൽ പ്രയാസപ്പെടാൻ
പാടാൻ പാടില്ല. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കിട്ടാതെ ആട്ടിയോടിക്കപ്പെടുന്ന വിഭാഗത്തിൽ പെടാൻ പാടില്ല. അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ റെക്കമെൻഡാണ് നമുക്ക് വേണ്ടത്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വലിയ സ്നേഹമാണ് മുത്തുനബിയോട്. നബി തങ്ങളെ അല്പം കാണാൻ കഴിയാതിരുന്നാൽ അവിടുന്ന് വല്ലാതെ ബേജാറായിപ്പോ. ഒരു ദിവസം മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഓടി വരുന്നു മുത്തുനബിയുടെ അരികിലേക്ക്. അവിടുത്തെ മുഖമാകെ മാറിയിട്ടുണ്ട്. യുറഫു ഫീ വജ്ഹിൽ ഹുസ്നു, കണ്ടാൽ തന്നെ മഹാനവറുകളുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, ഓ സൗബാനെ നിനക്കെന്താണ് വിഷമം? യാ റസൂലല്ലാഹ് മാ ബി ദുർറും വലാ വജഉൻ, നബിയേ എനിക്കൊരു രോഗവും ഇല്ല, എനിക്കൊരു വേദനയോ വിഷമമോ ഇല്ല. പക്ഷേ എന്റെ ടെൻഷൻ ഗയ്റ അന്നി ഇദാ ലം അറക, നബിയേ നിങ്ങൾ കുറച്ചു നേരം കാണാതിരിക്കുമ്പോ ഇസ്തഖതു ഇലൈക, നിങ്ങളെ ഒന്ന് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു. വസ്തൗഹസ്തു ശഹ്ശതൻ ശദീദതൻ ഹത്താ അൽഖാക, നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയാണ് നബിയേ. ഇതിങ്ങനെ വന്നപ്പോ ഞാനൊന്ന് ആഖിറം ചിന്തിച്ചു പോയി. തുമ്മദക്കർതുൽ ആഖിറ, ഞാൻ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചു. വഅഖാഫു അല്ലാ അറാക ഹുനാക, അവിടെ നിങ്ങളെ എനിക്ക് കാണാൻ കഴിയൂലേ എന്ന് ഞാൻ പേടിച്ചു. കാരണം ലിഅന്നി അറഫ്തു അന്നക തുർഫഉ മഅൻ നബിയ്യി, അങ്ങ് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോ വഅന്നി പാവപ്പെട്ട സൗബാൻ ഇൻ ദഖൽതുൽ ജന്ന, ഇനി സ്വർഗ്ഗത്തിൽ കടന്നാൽ തന്നെ കുന്തു ഫീ മൻസിലത്തിൻ ഹിയ അദ്നാ മിൻ മൻസിലതിക, നബിയേ നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുമ്പോ ഈ പാവപ്പെട്ട സൗബാൻ സ്വർഗ്ഗത്തിൽ കടന്നാൽ തന്നെ ഏറ്റവും താഴെ ദർജയിലല്ലേ ഉണ്ടാകുന്നത്. ഞാൻ ചിന്തിച്ചു, അപ്പൊ നിങ്ങൾ എനിക്ക് കാണാൻ കഴിയൂലേ? അതിനപ്പുറം ഇല്ലം മദ്ഖുൽ, ഇനി സൗബാൻ സ്വർഗ്ഗത്തിലെത്തിയില്ലെങ്കിലോ ഫദാലിക ഹീന ലാ അറാക അബദാ, പിന്നെ എനിക്ക് തീരെ കാണാൻ കഴിയൂലല്ലോ നബിയേ. സ്വഹാബത്തിന്റെ സ്നേഹമാണ്, ഹബീബായ തങ്ങളോടുള്ള ബന്ധമാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ടെൻഷൻ മുത്തുനബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ ഫഅൻസലല്ലാഹു തആല, അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നു, ആയത്തിറങ്ങുന്നു. സൂറത്തുൻ നിസായിൽ 69-ാമത്തെ ആയത്ത്, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരായ മുത്തുനബിയെയും ആര് അംഗീകരിക്കുന്നുവോ, അവരെ ആര് സ്നേഹിക്കുന്നുവോ, അവരോട് സ്വലാത്തിലൂടെ ആര് കണക്ഷൻ പറ്റുന്നുവോ, അള്ളാന്റെ അനുഗ്രഹം കിട്ടിയവരുടെ കൂടെയാണ് അവർ സ്വർഗത്തില്. അവരാരാണ്? മിനൻ നബിയ്യീൻ, ഒന്നാമത് അമ്പിയാക്കളാണ്. വഹസുന ഉലൈക റഫീഖാ, അവര് ഏത് സമയത്തും നമ്മുടെ കൂടെയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി റഫീഖ് എന്ന പദത്തിന്റെ അർത്ഥം പറയുന്നത് കാണാം. ഏത് വിഷമഘട്ടത്തിലും സന്തോഷവേളയിലും ഒറ്റപ്പെട്ട വേളയിലും ദുനിയാവിലും ആഖിറത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിൽക്കുന്നവരെ കുറിച്ച് അറബിയിൽ റഫീഖ് എന്ന പദപ്രയോഗം നടത്താൻ പറ്റുകയുള്ളൂ. വഹസുന ഉലൈക
റഫീഖാ. അതിന്റെ അർത്ഥം ഹബീബായ മുത്തുനബി തങ്ങളടക്കമുള്ള അമ്പിയാക്കളും മഹാന്മാരും സിദ്ദീഖീങ്ങളും ഈ രണ്ട് ലോകത്തും നമുക്ക് സഹായികളാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ കാരണം കൊണ്ട്, സിദ്ദീഖ് തങ്ങളെ പറഞ്ഞ കാരണം കൊണ്ട്, മഖ്ദൂമുമാരെ പറഞ്ഞ കാരണം കൊണ്ട്, അവിടുത്തെ മൗലിദോദിയ ബറക്കത്ത് കൊണ്ട്, നിന്റെ ശഅബാൻ മാസത്തിന്റെ ബഹുമാനം കൊണ്ട് അല്ലാ ഞങ്ങളുടെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. അടുത്ത ശനിയാഴ്ച ബറാഅത്തിന്റെ നോമ്പാണ്. ഉമ്മമാരെ ഗൗരവത്തോടെ പരിഗണിച്ച് ആ നോമ്പെടുക്കണം. നമ്മളെ മക്കളൊക്കെ നോമ്പെടുത്ത് ശീലിപ്പിക്കണം. ബറാഅത്തിന്റെ തലേ ദിവസം 3 യാസീൻ ഓതുന്ന പതിവ് നമ്മുടെ മഹാന്മാരായ ഇമാമിങ്ങൾ കാണിച്ചു തന്നതാണ്. ഒന്ന് നമ്മുടെ റിസ്ക് വിശാലമാവാൻ, അതേപോലെ നമുക്ക് ആഫിയത്തോടെ ദീർഘായുസ് ലഭിക്കാൻ, മറ്റൊന്ന് മരണപ്പെടുമ്പോ ആഖിബത്ത് നന്നാവാൻ. അങ്ങനെ നിയ്യത്ത് വെച്ച് യാസീനുകളും ദുഖാന് സൂറത്തടക്കമുള്ള പരിശുദ്ധ ഖുർആനോദി ആരാവ് ധന്യമാക്കണം. അല്ലാഹു നമുക്ക് ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ ഈ മജ്ലിസിൽ പങ്കെടുത്ത ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എല്ലാ മഹാന്മാരും നമ്മൾ അനുസ്മരിച്ച മഹാന്മാരുടെ കൂടെ ഹബീബായ തങ്ങളുടെ ജിവാറിലായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.